വിലക്കയറ്റത്തിൽ നിയമസഭയിൽ സർക്കാർ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷം. വിലക്കയറ്റത്തിൽ കേരളം നമ്പർ 1 ആണെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. വിലക്കയറ്റമില്ല എന്ന് കരുതുന്ന ഒരേ ഒരാൾ ഭക്ഷ്യമന്ത്രിയാണെന്നാണ് വിൻസെന്റ് MLAയുടെ പ്രതികരണം. മാവേലിക്ക് പകരം വാമനൻ സ്റ്റോർ കൊണ്ടുവന്ന ചരിത്രമാണ് കോൺഗ്രസിനെന്ന് വി ജോയ് MLA പരിഹസിച്ചു. ഓഗസ്റ്റിലെ ഡേറ്റയാണ്. അത് പ്രകാരം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ 1.24, 1.77, 0.52 നെഗറ്റീവ് ഉള്ള സംസ്ഥാനങ്ങൾ പോലും ഇന്ത്യയിൽ ഉള്ളപ്പോഴാണ് ഇന്ത്യയിൽ നോക്കൂ സാർ, ഈ ഇന്ത്യയിലെ മാപ്പിൽ 9%. നിങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇവിടെ അങ്ങ് യാഥാർത്ഥ്യമായിട്ടുണ്ട്. നമ്പർ 1 കേരളം. സാറ്, ഇവിടെ വിലക്കയറ്റമില്ല എന്ന് കരുതുന്ന ഒരേ ആളെ ഉള്ളൂ. അത് നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി മാത്രമാണ്. സാർ, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്ക് പോലും അത് വിശ്വസിക്കാൻ കഴിയില്ല. വിവരങ്ങളുമായി ഋഷിപാൽ. ഇപ്പോൾ വിലക്കയറ്റത്തിൽ അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടക്കുകയാണല്ലോ. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി ഭരണപക്ഷത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഇതിനിടയിൽ തന്നെയാണ് മിൽമ പാലിന്റെ വില കൂട്ടുന്നു എന്നുള്ള വിവരവും വരുന്നത്. സ്മൃതി, വിലക്കയറ്റം, നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്ന ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ഈ വിഷയം സഭയിലേക്ക് കൊണ്ടുവന്നത്. പ്രതിപക്ഷം പോലും പ്രതീക്ഷിക്കാതെ സർക്കാർ ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു. ഏതായാലും പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം സർക്കാരിന് വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള വിപണിയിൽ ഇടപെടൽ കൃത്യമായി നടത്താൻ കഴിയുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നത്. അങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങളുടെ വില ഉയരുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ ഭാഗത്ത് വിമർശനം വരുന്നത്. അതേസമയം വിപണിയിൽ സപ്ലൈകോ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വില നിയന്ത്രിക്കാനുള്ള ഇടപെടൽ സർക്കാർ ഉയർത്തിയാണ് ഇപ്പോൾ പ്രതിരോധിക്കുന്നത്. ഏതായാലും ഇനി മന്ത്രി GRLന്റെ മറുപടി വരണം. അതുവരെ ഇപ്പോൾ അനൂപ് ജേക്കബാണ് സംസാരിക്കുന്നത്. കൃത്യമായി വലിയ പരാജയമാണ് സർക്കാർ ഈ കാര്യത്തിൽ, വിലക്കയറ്റം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ എന്ന് പറയുമ്പോൾ അത് വേൾഡ് മാർക്കറ്റിൽ തന്നെ വില കുതിച്ചുയരുന്നത് ഭരണപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഓരോ ഉൽപ്പന്നങ്ങൾക്കും വില കുതിച്ചുയരുന്ന സാഹചര്യം അടക്കം ചൂണ്ടിക്കാണിച്ച് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നത് സഭയിൽ ഉയർത്തിക്കൊണ്ട് ആ വിഷയം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയുള്ള ശ്രമമാണ് പ്രതിപക്ഷം ഇപ്പോൾ നടത്തുന്നത്. ഋഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.